ഒരു പരിധിവരെ നമ്മളെല്ലാം കേട്ടും സഹിച്ചുമൊക്കെ നിൽക്കത്തില്ലേ? അപവാദങ്ങൾ പറയുമ്പോൾ ഇന്ന് അപവാദം പറഞ്ഞു നടന്നാൽ അതിനൊക്കെ നല്ല രീതിക്ക് നിയമം പറയുന്ന ഒരുപാട് ശിക്ഷകളുണ്ട്. മനസ്സിലായോ? നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തയും കേട്ടിട്ടില്ലാത്തയും കഥകൾ ഒരു പെണ്ണിൻ്റെ തലയിൽ അങ്ങ് കെട്ടിവെക്കാമെന്ന് ചില മലരന്മാരിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ നടക്കണ കാര്യമല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരാൾ മോശമായിട്ട് പറയണം, അല്ലെങ്കിൽ ഏതവൻ്റെയെങ്കിലും പേരിൽ എന്നെ തലയിൽ കെട്ടിവെക്കുകയാണെന്നിരിക്കട്ടെ, എനിക്കത് പ്രൂവ് ചെയ്യാനായിട്ട് നന്നായിട്ട് പറ്റും. പിന്നെ ആ ആളുമായിട്ട് എനിക്കൊരു ബന്ധമില്ലെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്ത് അവരുടെ അടുത്ത് സംസാരിച്ച ചാറ്റോ എന്തൊക്കെ എടുത്തിട്ട് എനിക്ക് ആ വ്യക്തിയായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് തെളിയിക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് പറ്റാത്ത കാര്യമൊന്നുമല്ല. എങ്കിലും നമുക്കിട്ട് താങ്ങിക്കൊണ്ടിരിക്കുന്ന ഏത് ഡാഷുകളോടത്താണെങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. പിന്നെ എന്നെക്കുറിച്ചൊരു മോശമായിട്ട് വേറൊരാളടുത്ത് പറഞ്ഞാൽ ആ ആൾ എന്നോട് വന്ന് പറയും. എന്നിട്ട് വീണ്ടും ഒന്നും അറിയാത്ത പോലെ എന്നോട് വന്ന് സംസാരിച്ചാൽ ഞാനത് കണ്ട് കേട്ട് സഹിച്ച് നിൽക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്നെ മോശം പറഞ്ഞൊരു വ്യക്തി വീണ്ടും എന്നോട് വന്നിട്ട് പഞ്ചാര അടിച്ച് സംസാരിച്ചാൽ ഞാനത് കണ്ട് കേട്ടൊന്നും നിൽക്കത്തില്ല. പക്ഷേ ഞാനത് കൂടുതലൊന്നും റിയാക്ട് ചെയ്യാത്തത് എൻ്റെ മാന്യതയായിട്ട് കണക്കാക്കിയാൽ മതി. എൻ്റെ മാന്യത